ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് തമ്പനയിൽ കണ്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്. പക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണ്ട എന്ന് വെച്ചതായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇന്നൊരു വീഡിയോ കാണാനിടയായി. അതായത് പ്രിയ സുഹൃത്ത് ദീപകിന്റെ അമ്മ കരയുന്ന ആ രംഗം, മുത്തേ മുത്തേ എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു ഒറ്റ മോനെ മുത്തേ മുത്തേ എന്ന് വിളിച്ചിട്ടുള്ള ആ കരയുന്ന ആ രംഗം ഏതൊരു മനുഷ്യരും മനസ്സിൽ തട്ടുന്ന ഒരു രംഗം തന്നെയാണ്. പ്രിയ സുഹൃത്ത് ഈ യാത്രയിൽ പ്രിയ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം അത് ഒരു പബ്ലിക്കായിട്ട് വരുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനമായല്ലോ എന്ന ഒരു കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ്. എന്താന്നല്ലേ, ഇൻസ്റ്റഗ്രാമിലെ വെറും ഒരു റീച്ചിന് വേണ്ടി ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തവൻ. ഞാൻ മനസ്സിലാക്കണം, ഇൻസ്റ്റഗ്രാമിൽ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ 10K താഴെ മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആൾക്ക് പിന്നീട് ആവുന്നത് ഈ ഒരു വിഷയം വന്നതിന് ശേഷം പിന്നീട് വരുന്നത് 10K അബോ, അതായത് 11K അബോ അവൾക്ക് ഫോളോവേഴ്സ് കൂടി. അപ്പോൾ ഇവളെ ഫോളോ ചെയ്ത ആ ആളുകളെ ഒരു മനസ്സ് കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ആ ഫോളോ ചെയ്ത് അവളെ സപ്പോർട്ട് ചെയ്ത് അവിടെയും അവർക്ക് റീച്ച് കൊടുക്കുന്ന ആളുകളും നമുക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഒരു ഇൻസ്റ്റഗ്രാം റീച്ചിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യനും ഒരു കുടുംബമുണ്ട് എന്ന് മനസ്സിലാക്കാതെ അപമാനിക്കുകയാണ്. നമുക്കറിയാം, ആ ഒരു വീഡിയോ കണ്ടാൽ, ഇവൾ പബ്ലിക്കാക്കി ആ ഒരു വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാകും അവൾ റീച്ചിന് വേണ്ടി മാത്രം ചെയ്തതാണ് എന്ന്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരു തട്ടുന്നതോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അതിൽ ചെയ്യുന്ന ഒരു തരി പോലും അറിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യേണ്ടത് നമുക്ക് ആ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം തീർച്ചയായിട്ടും അവൾ റീച്ചിന് വേണ്ടി മാത്രം ചെയ്തതാണ് എന്നുള്ളത്. ഇനി അവൾക്ക് എന്തെങ്കിലും തെറ്റ് തോന്നിയെന്നിരിക്കാം, ഇത് ഇൻസ്റ്റഗ്രാം റീച്ചിന് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം ഇനി അവൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് തെറ്റ് തോന്നിയെന്ന് കരുതുക, അവർക്ക് വേറെ എന്തൊക്കെ രീതിയിൽ പ്രതികരിക്കാം. അവർക്ക് ആ സ്പോട്ടിൽ അദ്ദേഹത്തോട് പ്രതികരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ ആ ബസ്സിലുള്ളവരോട് സംസാരിച്ച് അങ്ങനെ പബ്ലിക്കാക്കി പ്രതികരിക്കാം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നാടൊട്ടാകെ അറിയുന്ന കോലത്തിൽ വേൾഡിൽ മൊത്തം കാണുന്ന രൂപത്തിൽ ഇത് പ്രചരിപ്പിച്ച് വെറും ഒരു റീച്ചിന് വേണ്ടി മാത്രം തന്നെയാണ്. അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു ആഴ്ചത്തെ അവളുടെ റീച്ച് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത്. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും മാനവും ആത്മാഭിമാനവും എല്ലാം തന്നെയുണ്ട്. ഈ വൃത്തികെട്ടവൾ കാരണം നീതി കിട്ടേണ്ട സ്ത്രീകളും സംശയത്തിനിരാവേണ്ട പല അവസ്ഥകളും വന്നേക്കാം. സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും നിയമങ്ങളും മുതലെടുക്കുന്ന സ്ത്രീകൾ ഇനിയും നമുക്കിടയിൽ ഉണ്ടായേക്കാം. ഇവൾക്ക് കിട്ടുന്ന ശിക്ഷ കണ്ട് അവർ എല്ലാം ഭയക്കണം. അത്രക്കും കഠിനമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ ഇവൾക്ക് ലഭിക്കണം. പ്രിയ സുഹൃത്ത് ദീപകിന് നീതി ലഭിക്കട്ടെ. ആ പാരൻസിന്, അവരുടെ അച്ഛന് അമ്മക്കൊക്കെ ദൈവം ക്ഷമ നൽകട്ടെ.